ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹെവൻലി സ്പൈസസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് പിന്നെയും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബട്ടർ ഗാർലിക് നാനിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഞാൻ പണ്ട് ഒരു തന്തൂരി ചിക്കൻ റെസിപ്പി ഇട്ടപ്പോൾ അതിൽ നാൻ കാണിച്ചിരുന്നു. അതിന് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുത്ത ട്രിപ്പ് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇടാമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ നാനാണെന്ന് ഡിന്നറിന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിവിടെ എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് 2 കപ്പ് മൈദയിലോട്ട് നമുക്ക് ചേർക്കാനുള്ളത്. ഇത് ഞാനൊരു ഈ ഗ്ലാസ് കൊണ്ട് ഒരു അര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അര കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. കറക്റ്റ് അളവൊന്നുമില്ല കേട്ടോ വെള്ളത്തിന്. അത് നമ്മുടെ ഒരു ഇഷ്ടമനുസരിച്ച്, നമ്മുടെ പൊടിയുടെ അളവനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അതിലോട്ട് 1 ടീസ്പൂണോളം ഈസ്റ്റ്, അതിലോട്ട് 1 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടീസ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇത് മൂന്നും കൂടിയിട്ട് നന്നായി ഇളക്കിയിട്ട് ഞാൻ കുറച്ച് സമയമായിട്ട് പൊന്താൻ വെച്ചതാണ്. ഇതിപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. കാണുന്നില്ല, പൊങ്ങി വന്നിട്ടുണ്ട്. അത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. എനിക്കിത് ഇങ്ങനെ ഇടണമെന്നില്ല, ഡയറക്റ്റ് ഇതിലോട്ട് ഇട്ടാലും പൊങ്ങി വരും ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ. എന്നാലും ഇങ്ങനെ ഇടുമ്പോഴാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ പഞ്ചസാരയും ഉപ്പും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരും. ഇനി നമ്മളിത് ഈ പൊടിയിലോട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോൾ ആദ്യം ഈ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക. പറ്റില്ല, കുറച്ചുകൂടി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിക്കുക. ഇനി വെള്ളം വേണ്ട എന്നുണ്ടെങ്കിൽ ഇത് ഒഴിച്ചതിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് ഇളം ചൂടുള്ള പാല് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. പിന്നെ ഈസ്റ്റ് എപ്പോഴും ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഒരു ലൂപ്പ് വാം വാട്ടറിൽ, അത് ഇളം ചൂടുവെള്ളത്തിൽ വേണം പൊങ്ങാനായിട്ട് വയ്ക്കാൻ. ഒരുപാട് പച്ചവെള്ളം ആവരുത്, അതുപോലെ ഒരുപാട് ചൂടുവെള്ളം ആവരുത്. ഭയങ്കര ഹോട്ട് വാട്ടറിൽ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഈസ്റ്റ് ഡീആക്ടിവേറ്റ് ആവും, അതെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇനി ഈസ്റ്റ് പൊങ്ങില്ല. ഇനി നമ്മളിത് കുഴച്ച് വയ്ക്കാൻ പോവാണ്. അപ്പോൾ വെള്ളത്തിൽ വേണമെങ്കിൽ വെള്ളത്തിൽ കുഴയ്ക്കാം, അല്ലെങ്കിൽ ഇളം ചൂടുള്ള പാലിൽ നമുക്ക് കുഴച്ചെടുക്കാം. ഈ വെള്ളം മസ്റ്റായിട്ട് ഒഴിക്കണം. അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് ഒന്നുകിൽ പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. കുറച്ച് ഓയിൽ കൂടി ചേർക്കുക. ഓയിൽ ഞാനിവിടെ ഒലിവ് ഓയിലാണ് ചേർക്കുന്നത്. ഏത് ടൈപ്പ് ഓയിൽ വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. നല്ലെണ്ണ യൂസ് ചെയ്യരുത്. ഒന്നെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ അങ്ങനെ ഏതെങ്കിലും ഓയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ മാവ് നന്നായി കുഴച്ച് കഴിഞ്ഞു. ഇത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ നന്നായി കൗണ്ടർ ടോപ്പിലിട്ടിട്ടൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് അതിൽ ഓയിൽ കൂടി ഒഴിക്കണം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. അങ്ങനെ ഞാൻ കുഴച്ചെടുക്കാൻ എല്ലാവർക്കും അറിയാം. അത് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിപ്പോൾ അതുകൊണ്ടാണ് കാണിക്കാത്തത്. എന്നിട്ട് നമ്മൾ ഈ പാത്രത്തിൽ തന്നെയാണ് ഇങ്ങനെ എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ അടിയിൽ നന്നായിട്ട് ഓയിൽ തടവിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിൽ നന്നായിട്ട് ഓയിൽ തടവിയിട്ട് ഒന്നത് റാപ്പ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നല്ലൊരു പാത്രം വെച്ച് അടച്ചു വയ്ക്കുക. ഒരു 1 അവറൊക്കെ കഴിയുമ്പോൾ നോർമലി എൻ്റെ മാവ് പൊങ്ങി വരും. അതിപ്പോൾ ഓരോ സ്ഥലത്തെ ക്ലൈമറ്റ് അനുസരിച്ചിട്ട്, ഈസ്റ്റിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ടൊക്കെ വ്യത്യാസം വരും. പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് നാൻ ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ ബട്ടർ ഗാർലിക് നാനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സമയം നമ്മൾ കുറച്ച് ബട്ടർ ഒരു ബൗളിലാക്കിയിട്ട് പുറത്ത് റൂം ടെമ്പറേച്ചറാക്കാൻ വയ്ക്കുക. അപ്പോൾ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോഴാണ് നമ്മളതിൽ ഗാർലിക്കും മല്ലിയിലും കൂടിയിട്ട് അരിഞ്ഞിട്ടിട്ട് വേണം നമ്മളിതിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ. അപ്പോഴാണ് അത് തീരെ ടൈറ്റായിട്ടിരിക്കുന്ന ബട്ടറാണെങ്കിൽ നമുക്കതിൽ കറക്റ്റായിട്ട് ഇരിക്കില്ല. അപ്പം നമ്മൾ കുഴപ്പമില്ല, എന്തെങ്കിലും കാരണവശാൽ മറന്നു പോവുകയാണെങ്കിൽ ഒന്ന് ഓവനിൽ വെച്ചൊന്ന് ബട്ടർ ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് പൊങ്ങി വന്നിട്ട് കാണാം. അങ്ങനെ നമ്മുടെ നാനിൻ്റെ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഡോ നന്നായി പൊങ്ങിയിട്ടുണ്ട്. മെല്ലെ അങ്ങ് എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇത് നമ്മളിവിടെ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് പരത്താനായിട്ട്. ചപ്പാത്തി പലകയുടെ മുകളിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് നമുക്ക് പാനിലിട്ടിട്ട് ചുട്ടെടുക്കാം. ഞാനിത് ഓമ യൂസ് ചെയ്തിട്ടല്ല എടുക്കുന്നത്. അതിൻ്റെ പുറത്ത് തേക്കാനുള്ള ഗാർലിക്കും ബട്ടറും ഒക്കെ റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അത് ഞാൻ ആ സമയത്ത് കാണിക്കാം. ഇപ്പോൾ നമ്മളിത് ചെറിയ പീസാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലത്തെ പീസാക്കി മുറിച്ച് ഒരു 10 എണ്ണം ഉണ്ടാവും മാക്സിമം. അത് ഞാൻ എണ്ണി നോക്കിയിട്ടില്ല. നമ്മളിപ്പോൾ നാൻ ഉണ്ടാക്കാനായിട്ട് അത് ഒന്നുകൂടി മാവ് കുഴച്ചിട്ട് ഇതുപോലത്തെ പീസുകളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോരോ നാനായിട്ട് നമുക്ക് പരത്തി നമുക്ക് ചുട്ടെടുക്കാം. ഞാൻ പാൻ ഓൾറെഡി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പരത്തിയെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ നാൻ മെല്ലെ പരത്തി തുടങ്ങാം. ഇതിന് പ്രത്യേകിച്ചൊരു ഷേപ്പൊന്നും ആവശ്യമില്ല കേട്ടോ. അതൊരു ഓവൽ ഷേപ്പിലാണ് നമ്മൾ പരത്തിയെടുക്കുക. കറക്റ്റ് റൗണ്ട് ഷേപ്പൊന്നും വരേണ്ട കാര്യമില്ല. ഇതിപ്പോൾ നമ്മളിത് പരത്തിയത് ഇങ്ങനൊരു ഷേപ്പ് ആക്കിയിട്ടുണ്ട്. ഒരു ഓവൽ ഷേപ്പിലാണ് വേണ്ടത്. ഇനി നമുക്കിത് മെല്ലെ പാനിലോട്ട് ഇടാം. പാൻ നന്നായി ചൂടായി കിടക്കുന്ന പാനിലോട്ട് ഇട്ട് കൊടുക്കാം. അതൊന്ന് മൊരിഞ്ഞ് വരട്ടെ. അപ്പോൾ അപ്പുറത്തെ സൈഡിലോട്ട് മറിച്ചിടാം. ഇത് നമ്മൾ ബട്ടർ ഗാർലിക് നാനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബട്ടർ നമ്മൾ റൂം ടെമ്പറേച്ചറിലാക്കിയിട്ട് അതിലോട്ട് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് മല്ലിയില, രണ്ടും കൂടി നന്നായി പൊടി പോലെ അരിഞ്ഞ് നമ്മളിതിലോട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മുടെ നാൻ 1 സൈഡ് മൊരിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ പുറത്ത് ലാസ്റ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാനുള്ളതാണ് കേട്ടത്. ബ്രഷ് കൊണ്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ നമ്മുടെ നാൻ 1 സൈഡ് ബബിൾസ് നല്ല വന്നു തുടങ്ങി. അപ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിടുക. കണ്ടത് ഇപ്പോൾ ഇവിടെ ഒന്ന് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നന്നായിട്ട് 2 സൈഡും മുരിച്ചെടുക്കുക. ഇനി ഇത് ഓവനിൽ വെക്കുന്നവരാണെങ്കിൽ ഡയറക്റ്റ് ഇത് ഓവനിൽ വെച്ച് നിങ്ങളുടെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ട് എടുത്ത് കൊടുക്കുക. എടുത്ത് നമുക്ക് മൊരിച്ചെടുക്കാം.
ഇനിയിപ്പോൾ ഇത് വേറൊരു രീതിയിലും ചെയ്യും. നമ്മൾ വൺ സൈഡ് ഇടുമ്പോൾ തന്നെ ഈ സൈഡിലങ്ങ് നേരെ വെള്ളം തേച്ചിട്ട് ഈ പാനിൽ ഒട്ടിച്ച് വെച്ച് നമ്മൾ നേരെ ഗ്യാസിൻ്റെ ഫ്ലെയിമിലോട്ട് കാണിച്ച് അതിൻ്റെ ഫ്രണ്ട് സൈഡ് അങ്ങ് മുരിച്ചെടുക്കും. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് അത്ര ഹെൽത്തി അല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം ഗ്യാസ് ഫ്ലെയിം ഡയറക്റ്റ് ഫുഡിലോട്ട് ആവുന്നത് അത്ര ഹെൽത്തി അല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ട് ഇവിടെയൊക്കെ ഒരുവിധം മൊരിഞ്ഞ് വന്നു. ഇനി ഇവിടെ മൊരിഞ്ഞ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് നമ്മുടെ മിക്സ് എടുത്തിട്ട് തേച്ച് കൊടുക്കാം. അതങ്ങനെ തേച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മെല്ലെ എടുത്തിട്ട് ഒന്ന് മറിച്ചിടാം. ഈ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നും ഡയറക്റ്റ് ഒന്നും പേസ്റ്റ് ആയിരിക്കും. നന്നായിട്ട് അവിടെ നിന്ന് ഒട്ടിപ്പിടിച്ചിരിക്കും. ഇപ്പം നമ്മുടെ നാൻ ഈ ഒരു നാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ഒരു പാനിലോട്ട് മാറ്റി ഇതുപോലെ ഒരു കാസറോളിൽ ഒരു ടവല് വെച്ചിട്ട് നമ്മൾ ഇതിലോട്ട് ഇടുക. ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് മൂടിയിടുക. എന്നിട്ട് അടക്ക് വെച്ചിട്ടൊന്ന് അടയ്ക്കുക. അങ്ങനെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം നമുക്ക് ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ നാൻ നല്ല സോഫ്റ്റ് ആയിട്ട് കുറച്ച് സമയം കൂടി ഇരിക്കും. വലിഞ്ഞു പോവുക. ബട്ടർ ഗാർലിക് നാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഓവൻ ഇല്ലാതെ നമ്മുടെ തവയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ നമുക്ക് തന്തൂരി ചിക്കൻ അല്ലെങ്കിൽ അൽഫാം ഇങ്ങനെ ബട്ടർ ചിക്കൻ അങ്ങനെ എല്ലാം നല്ല മാച്ചായിട്ട് പോകുന്നൊരു ഡിഷാണ്. വളരെ സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇതെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.